അമ്മയും ഞാനും രീരിക്കുട്ടനും കൂടെ നാലമ്പലം തൊഴാൻ വേണ്ടിയിട്ട്, ഞങ്ങൾ മാത്രമല്ല കേട്ടോ, കുറച്ച് നാട്ടുകാരും ഉണ്ട്, നമ്മളെല്ലാവരും കൂടെ നാലമ്പലം തൊഴാൻ വേണ്ടി പോവാണ്. അപ്പോൾ രാവിലെ ഒരു 4-4:30 മണിയായപ്പോഴത്തേനും അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഇത്രയും പേരുണ്ട്, നമ്മുടെ അസോസിയേഷനിൽ എല്ലാവരും ഉണ്ട്. അപ്പം അങ്ങനെ ആദ്യത്തെ അമ്പലം എത്തി. അങ്ങനെ ആദ്യത്തെ അമ്പലമായ തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലെത്തി. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ അമ്പലത്തിൽ കയറുന്ന സന്തോഷത്തിലാണ്. അങ്ങനെ ഞങ്ങൾ ക്യൂവിലൊക്കെ നിന്ന് തുടങ്ങി. അപ്പോൾ കുറേ ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് 2-3 വരി ഉണ്ടായിരുന്നു, കുറേ ആൾക്കാരും ഉണ്ടായിരുന്നേ. നോക്കിയപ്പോഴത്തേനും ഒരു ആനക്കുട്ടന് കേട്ടോ. എനിക്ക് പിന്നെ ആനേനെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ കുറേ നേരം ആനേനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു ആനക്കുട്ടനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ രാവിലെ നേരമായതുകൊണ്ട് ഇഷ്ടംപോലെ പറവകളുണ്ടായിരുന്നു കേട്ടോ, പ്രാവ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പ്രാവിനിങ്ങനെ തീറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ വെടി കൊണ്ടിട്ട് പറക്കണ കാണാനും, വെടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ അമ്പലത്തിലെ വെടി, ആ വെടിയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ പറക്കുന്ന കാണാനും. ശിവേലി തുടങ്ങി. എത്ര നാൾ കൊണ്ടുള്ള ആഗ്രഹമാണ് എന്ന് പറയുമ്പോൾ, കുറേ വർഷങ്ങൾ കൊണ്ടുള്ള ആഗ്രഹമാണ് ഇങ്ങനെ ഒരു നാലമ്പല ദർശനം ഈ കർക്കിടക മാസത്തിൽ കാണണം എന്നുള്ളത്. ആക്ച്വലി നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നാലമ്പലം തൊഴാൻ പോവാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും നമ്മളത് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. തിടമ്പം കയറ്റി അങ്ങനെ തിരുമ്പേനി ആനപ്പുറത്തിരുന്ന് പോകുമ്പോഴുള്ള ശിവേലി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു ദിവ്യമായിട്ടുള്ളൊരു അനുഭവമാണ് കേട്ടോ. അങ്ങനെ ശിവേലിയും കണ്ട് അതുപോലെ അമ്പലത്തിൽ കയറി നന്നായിട്ട് തൊഴുത് കേട്ടോ. തൊഴുത് കഴിഞ്ഞ് അവിടെ തന്നെ നേരെ നോക്കിയപ്പോൾ മീനൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നേ. പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലെ മീനെയൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് ആ മീനെ സമർപ്പിച്ച് നമ്മൾ അവിടുത്തെ മീനൂട്ടും കൊടുത്തു. അരിയാണ് അവിടെ ഭക്ഷണമായിട്ട് മീനിന് കൊടുക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചിട്ട് എല്ലാവരും കൂടെ കുറേശ്ശെ ഇട്ട് കൊടുക്കുമായിരുന്നേ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേന് ഈ മീനുകൾ വന്നിങ്ങനെ കഴിക്കുന്ന നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. വരാലായിരുന്നു കേട്ടോ. അങ്ങനെ മീനൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ്, അപ്പോൾ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി നെയ്റോസ്റ്റ് ഇരിക്കണ ഇരിപ്പ് കണ്ട നല്ല മുരു എന്നുള്ള നെയ്റോസ്റ്റ് നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീണ്ടും യാത്ര തുടങ്ങി രണ്ടാമത്തെ ക്ഷേത്രത്തിലേക്ക്. അങ്ങനെ രാമസഹോദരനായ ലക്ഷ്മണ ക്ഷേത്രത്തിലെത്തി. രണ്ടാമത്തെ ക്ഷേത്രം ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു അമ്പലമാണെന്ന് തോന്നുന്നു കേട്ടോ ഇത്. കാരണം അവിടുത്തെ തൂണുകൾ കണ്ടാൽ അറിയാം, നല്ല വലിയ വലിപ്പമുള്ള തൂണായിരുന്നേ. പിന്നെ അതുപോലെ തന്നെ മ്യൂറൽ പെയിൻറ്റ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. വിഷ്ണുവിൻ്റെ മ്യൂറൽ പെയിൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നേ. പിന്നെ വലിയൊരു കുളം ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ അത് ചുറ്റി വരുന്നത് അവിടെ ഒരു നേർച്ച പോലെയാണെന്നാണ് പറഞ്ഞു കേട്ടോ. പക്ഷെ അവിടെ ചുറ്റി വരാൻ നല്ല പാടാണ്. കാരണം ഇങ്ങനെ കൊച്ചു കല്ലുകളാണ് നിറച്ചുള്ളൂ കേട്ടോ. അതിൽ ചവിട്ടി വേണം നമ്മളിങ്ങനെ ചുറ്റി വരാൻ വേണ്ടിയിട്ട്. എന്തായാലും എനിക്ക് ചുറ്റാൻ പറ്റിയില്ല കേട്ടോ. കാലുവേദന നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ കല്ല് കണ്ട് പേടിച്ചിട്ട് ഞാൻ ചുറ്റിയില്ല. ആ കുളത്തിലാണെങ്കിൽ ഇഷ്ടംപോലെ കരിമീൻ കുഞ്ഞുങ്ങളായിരുന്നു. കരിമീൻ കുഞ്ഞുങ്ങളെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, നല്ല വലിപ്പമുള്ള കരിമീനുകളായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ മീനൂട്ടും കാര്യങ്ങളൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ അവിടുത്തെ മ്യൂറൽ പെയിൻറ്റ്സും അതുപോലെ തന്നെ ആ മച്ചിൻ്റെ ഡിസൈനൊക്കെ കണ്ടിട്ട് ആകെ വണ്ടറടിച്ചിരിക്കുമായിരുന്നു കേട്ടോ. എന്തോരു ഭംഗിയായിരുന്നല്ലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പുറത്തേക്ക് ഇറങ്ങി അടുത്ത അമ്പലത്തിലേക്ക് ഞങ്ങൾ യാത്രയായി കേട്ടോ. മൂന്നാമത്തെ ക്ഷേത്രത്തിലേക്ക്. നൊസ്റ്റാൾജിക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ കൊണ്ടാട്ടം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ ഉത്സവപ്പറമ്പിലൊക്കെ എപ്പോഴും കാണുന്നതാ. അങ്ങനെ നേരെ മൂന്നാമത്തെ അമ്പലത്തിൽ എത്തി. അവിടെ നിന്ന് നേരെ വളരെ ഭംഗിയിൽ തൊഴുത് ഇറങ്ങി കേട്ടോ. അതായത് ഭരതക്ഷേത്രത്തിൽ. പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി. നേരെ ഇനി അവസാനത്തെ അമ്പലത്തിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ യോയോ, ഞാൻ പറഞ്ഞു യോയോ അല്ല പ്രാർത്ഥിക്കുകയാണ് വേണ്ടെന്ന്. അങ്ങനെ നമ്മുടെ നാലാമത്തെ അമ്പലത്തിലെത്തി കേട്ടോ. ആ പേരെന്ന് പറഞ്ഞേ നീ? ശത്രുഘ്നന്റെ അമ്പലം. ആക്ച്വലി അവസാനത്തെ അമ്പലത്തിൽ കയറിയപ്പോൾ തന്നെ ഞങ്ങൾ പകുതി മുക്കാലും ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾക്ക് ഭഗവാനെ കാണുന്നതിൻ്റെ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നേ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വീഴുമെന്നുള്ള രീതിയിലാട്ടോ ഞാൻ ക്യൂവിൽ നിന്നുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് തൊഴുതിറങ്ങി അവിടുത്തെ പ്രസാദോട്ട് വളരെ വിശേഷമായിരുന്നു കേട്ടോ. അതെല്ലാം വാങ്ങി ആക്ച്വലി പ്രസാദോട്ട് കഴിക്കാൻ തന്നെ നല്ല രീതിയിലുള്ള ക്യൂ ഒക്കെ ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് അത്യാവശ്യം ഒരു 2 സീറ്റ് കഷ്ടിച്ച് കിട്ടി ഞങ്ങൾക്ക്. അവിടുത്തെ ഭക്ഷണത്തിന് ഒരു പ്രത്യേക സ്വാദായിരുന്നു കേട്ടോ. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലേ, അമ്പലങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഒരു കറി മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത്, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതെ. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരോടും അവിടുത്തെ അമ്മമ്മമാരോടും അപ്പമ്മമാരോടും ഒക്കെ ഞാൻ യാത്രയൊക്കെ പറഞ്ഞ് എല്ലാവരോടും വിശേഷങ്ങളൊക്കെ ചോദിച്ച് അവിടെ നിന്ന് വീണ്ടും യാത്രയായി കേട്ടോ.
നേരെ നമ്മൾ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വെറുതെ നേരം കളയണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അന്താക്ഷരി കളിക്കാൻ തീരുമാനിച്ചേ. നമ്മളല്ലേ അവരാണ് നല്ല ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ജേണി തന്നെയായിരുന്നു കേട്ടോ ഇത്. ഞാൻ ആദ്യമായിട്ട് നമ്മുടെ നാട്ടുകാരെല്ലാവരുടെയും കൂടെ ആയിട്ട് ഇതുപോലൊരു യാത്ര ഞാൻ പോകുന്നു കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു മൈൻഡൊക്കെ. അതെ, വളരെ നല്ല രീതിയിൽ അനുഗ്രഹം വാങ്ങിയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. വളരെ സന്തോഷമായിട്ടും എല്ലാ അമ്പലത്തിലും നല്ല ദർശനം നടത്തിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ.